അപ്പൊ എന്തിനാണ് നമ്മൾ കുംഭമേളയ്ക്ക് പോകുന്നത്? അതാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ ഇതിനെ നമ്മൾ കുംഭമേളയ്ക്ക് ഓൾറെഡി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ മഹാകുംഭമേള അറ്റൻഡ് ചെയ്ത മഹാപൂർണ്ണ കുംഭമേളയ്ക്ക് എന്തെങ്കിലും ആളുകൾ 44 വർഷം അല്ലേ, 44 വർഷത്തിലൊരിക്കൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അത് പ്രയാഗരാജിൽ തന്നെയാണ്. അത് പ്രയാഗിലേക്ക് നടത്തുന്നു. അപ്പൊ ഒരു കുംഭ നഗരി സിറ്റി ക്രിയേറ്റ് ചെയ്യണം. ലോകത്തിലെ ഏറ്റവും വലിയ ടെന്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ ടൈമിങ് പെർമനന്റ് അല്ലോ. ഈ മഴക്കാലത്ത് മുഴുവൻ ഗംഗ വെള്ളം ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന സ്ഥലമാണ്. മൊത്തം കവിഞ്ഞ് ഒഴുകുന്ന സ്ഥലം. ഇപ്പോഴും വെള്ളം കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ വെള്ളം കുറച്ചിട്ട് ഡാമിലെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ എന്നിട്ട് ഈ കാറ്റിന്റെ കരഭൂമി ഭയങ്കര വിട്ടുകിടക്കും. എന്നിട്ട് ഈ മണപ്പുറം മുഴുവൻ നമ്മുടെ ആലുവ മണപ്പുറം പോലെ ഈ മണപ്പുറം ഒരു 17 കിലോമീറ്റർ ഇങ്ങനെ ടെന്റുകളെ കടിച്ചു. ആ സാൻഡിന്റെ ടെന്റ് വെറുതെ ടെന്റ് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ അവിടെ ഈ ഒരു ടൈപ്പ് ഇത് കിട്ടും, ഗ്രാസ് കിട്ടും. ഈ ഗ്രാസ് അവർ വന്നിട്ട് അവരെ ഈ ടെന്റ് ഉണ്ടാക്കിയിട്ട് ടെന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്രയും കാലത്ത്. എന്നിട്ട് അതിന്റെ മുകളിൽ പായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. മണല് മെറ്റക്ക് കയറാൻ നല്ല തണുപ്പുണ്ടാവും, കാറ്റുണ്ടാവും. അപ്പൊ പുതപ്പും കാര്യങ്ങളൊക്കെ വേണം. ആ മെസ്സേജ് ഞാൻ കണ്ടു. തണുപ്പുണ്ടാവില്ല ബാത്റൂം ഏറ്റവും കൂടുതൽ ബാത്റൂം ആയിരിക്കും. എവരി 500 മീറ്റേഴ്സിൽ നമുക്ക് ഒരു 5-8 ബാത്റൂം. യൂറോപ്പിലുണ്ട്. നമ്മൾ ഈ ടെമ്പററി ബാത്റൂംസ് സെറ്റ് ചെയ്യണില്ലേ, നമ്മുടെ ബോക്സ് മാറി. ഇപ്പൊ എല്ലാം ഗവൺമെന്റ് നല്ല സൂപ്പർ ആയിട്ട് ഒരു 8 ടോയ്ലറ്റിന് 8 ബോക്സിന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. അതെങ്ങനെ നല്ല രസമൊക്കെ കാണാനായിട്ട്. വെളുപ്പിന് 3 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ആരുണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ നടക്കുമ്പോൾ കാണാം ട്രാക്ടറുകൾ വന്നിച്ചു. ഈ ഓരോ ഈ ഇതിന്റെ ക്ലോസറ്റ് എങ്ങനെ സെപ്റ്റിക് ടാങ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ 1000 ലിറ്ററിന്റെ ടാങ്ക് ഇല്ലേ, വെള്ളം കുടിക്കുന്ന ടാങ്ക്. ഈ ടാങ്ക് മണ്ണിൽ കുടിച്ചതാണ്. എന്നിട്ട് രീതി ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവര് ദിവസവും വെളുപ്പിന് 3 മണിക്ക് തന്നെ ട്രാക്ടർ വന്നിട്ട് സെക്ഷൻ ചെയ്യാം. സെക്ഷൻ ചെയ്ത് അവരെടുക്കും. അങ്ങനെ എല്ലാം വെളുപ്പിന് നിങ്ങളൊക്കെ 3 മണിക്കൊക്കെ വന്നിട്ടാണ് ഈ അടിക്കലും സൂപ്പർ. അത് സിറ്റിയാണ് ആക്ച്വലി. അതിന് ഓരോ സിറ്റിക്കും ടൗൺഷിപ്പിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ നർമ്മദ, ഗംഗ, അങ്ങനെ ഇങ്ങനെ ഓരോ ഇതായിട്ട്. പിന്നെ നടുക്കാക്കട വലിയ റോഡുണ്ട്. റോഡെന്ന് പറഞ്ഞാൽ ഇവര് മെറ്റലിന്റെ ഷീറ്റില്ലേ, ഈ കാലമുള്ള മെറ്റലിന്റെ ഷീറ്റ്, ഈ ഷീറ്റ് അവിടെ ഇടാണ് റോഡായിട്ട്. ടാറിങ്ങൊന്നും നടക്കില്ലല്ലോ, മണലല്ലേ. അപ്പൊ ഈ ഷീറ്റുകൾ നിരക്കാൻ കിട്ടിച്ച് അതിൽ കൂടെയാണ് ഈ വണ്ടി പോകണം. അപ്പൊ അവരുടെ മണലിന്റെ തിട്ടാകുമ്പോൾ ശരിക്കും ഒരു ഡെസേർട്ട് ഏരിയയില് ടെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മാതിരിയാണ് ഒരു സിറ്റി ടൗൺഷിപ്പ്. അപ്പൊ ഹൈവേ പോലെ നാഷണൽ ഹൈവേ പോലെ റോഡ് ഉണ്ടാവും. അതിന് ഓരോ സബ് റോഡ്സ് ഉണ്ടാവും. നമുക്ക് ശരിക്കും വഴി കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് ഞങ്ങളെന്നെ എത്ര പ്രാവശ്യം കറങ്ങിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ കഴിഞ്ഞ കുംഭമേളയ്ക്ക് പോയപ്പോ ഞങ്ങളുടെ കൂടെ വേറെ ഒരു ടീം ഉണ്ടായി. ആക്ച്വലി ഞങ്ങൾ അവരുടെ കൂടെ പോകും. അവരെ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നു. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അവരുടെ സ്ഥിരം പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് കാശി കാണും. കാശി ഇതുവരെ കണ്ടിട്ട് അതിനു വേണ്ടി മാത്രം അവരുടെ കൂടെ പോകുന്ന അവര് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കും. ഞങ്ങൾ സെപ്പറേറ്റ് പോയി അവിടെ കുംഭനഗരിയിൽ പോയി എല്ലാം സെറ്റ് ചെയ്ത് കാശിയിൽ അവരുടെ കൂടി കണ്ട് തിരിച്ചു വന്നു. അപ്പൊ ഇവര് വന്നിട്ട് നമ്മള് 3-4 ദിവസമായിട്ട് അവിടെ ഉണ്ട്, കുംഭനഗരിയിലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാൻ രാവിലെ എഴുന്നേൽക്കാം, 3 മണിക്ക് എഴുന്നേൽക്കാം. ഈ 17 കിലോമീറ്റർ നടന്ന് കുളിക്കുക, കുളിച്ചിട്ട് ഇത്രയും ആറ്റപ്പന നടക്കുക. ഇതാണ് നമ്മുടെ പണി. രാവിലെ വൈകുന്നേരം വരെ ചെയ്യുന്നതാണ്. ചുറ്റും ടെന്റുകളാണ്. ഒക്കെ ടെന്റിനുള്ളിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതാപ്പേക്ക് ഉണങ്ങിപ്പോ 17 കിലോമീറ്റർ നടക്കാതെ പക്ഷെ നമുക്ക് ഇവിടത്തെ പോലെ തുടിയില്ല.
എനിക്ക് അവിടെ ഓർഗാനിക് കിട്ടിയിട്ടില്ല. ഈ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് ഇങ്ങനെ പല ആൾക്കാർക്ക് ഇങ്ങനെ പാട്ടിന്റെ പാട്ടായിരിക്കും ഭക്തിഗാനങ്ങൾ. ഓരോ ആശ്രമത്തിലും ആക്ച്വലി എന്തിനെ കുറുമേള നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അഖാഡയ്ക്കും ഓരോ പർപ്പസ് ഉണ്ട്. ചിലര് യജുർവേദം, ചിലര് സമവേദം, ചിലര് അങ്ങനെ 4 വേദം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യാഗം നടത്തും. അപ്പൊ ഈ പ്രിസ്ക്രൈബ്ഡ് ടൈം ബൗണ്ടിനുള്ളിൽ ഇവര് ഈ ഒരു ഇത് തീർത്തിരിക്കും. അതാണ് ഓരോ അഖാഡയും നടത്തുന്നത്. അത് ഭാരതത്തിന് മാത്രമല്ല ഭൂമിയിലെ മൊത്തം ക്ലിൻസിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ക്ലിൻസിങ്ങും ചാർജിങ് അടുത്ത 12 വർഷത്തേക്കുള്ള റീചാർജിങ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിങ്. അപ്പോൾ ഒരു കുംഭമേളയിൽ ചിലപ്പോൾ അഖാഡയുടെ മീറ്റിംഗ് നടക്കണ ഇനി ഫ്യൂച്ചർ അടുത്ത ഇത്ര വർഷത്തേക്ക് അടുത്ത 3 വർഷം കഴിയുമ്പോൾ അടുത്ത കുംഭമേള. ആ 3 വർഷത്തേക്ക് നമ്മൾ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്യണം, എന്തൊക്കെ ഫ്യൂച്ചർ പ്ലാൻ, ഇതെല്ലാം ഇവിടെ ഇരുന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ചില അഖാഡയിൽ വന്നിട്ട് ഇത് മാത്രമായിരിക്കും തർക്കശാസ്ത്രം. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ അപ്പൊ അങ്ങനെ ഫൈറ്റിംഗ് ആയിരിക്കും തർക്കശാസ്ത്രമാണ്. ചില സ്ഥലത്ത് പാരായണത്തിന്റെ ഡിസ്കഷൻ ആയിരിക്കും. അപ്പൊ ഇത് ഓരോ അഖാഡയ്ക്കുള്ളിലും ഇപ്പൊ സന്യാസിമാരുണ്ടാവും, ഒരു സെറ്റ് അഘോരികളുണ്ടാവും, ഒരു സെറ്റ് സാധാ ദീക്ഷിതരുണ്ടാവും. അങ്ങനെ എല്ലാം കൂടി മിക്സാണ് എല്ലാ അഖാഡയും. അതിൽ 13 അഖാഡയും. അപ്പൊ ഇതിനകത്ത് എല്ലാവരും പെടും. അപ്പോൾ അതിന്റെ ഓരോരുത്തർക്കും ആ എയിം അനുസരിച്ചിട്ട് അവരിങ്ങനെ അവരുടെ പ്രോഗ്രാമിങ് സ്റ്റാർട്ട് ചെയ്ത് അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തിനെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ വൈവിധ്യമായ സാധനങ്ങളും ഭക്ഷണം, ഡ്രസ്സ്, നമ്മളിപ്പോൾ ഒരേ അഖാഡ നമുക്ക് ഫുഡ് അവിടെ ഫ്രീ ആണ്. ഏത് അഖാഡ ചെയ്താലും അവർ നമ്മളെ വിളിച്ച് ഇരുത്തി ഭക്ഷണം തരും. ആദ്യം തന്നെ നമ്മളൊരു അഖാഡ കയറി ചെല്ലുമ്പോൾ അവരുടെ ഭക്ഷണം കഴിച്ചോളൂ. ആദ്യം നിങ്ങൾ ഭക്ഷണം കഴിക്കും, എന്നിട്ട് എന്താ പറയുക അപ്പം പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അപ്പം കഴിച്ചെന്നാലും അവരോട് പിടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. അപ്പൊ അതേമാതിരി നമ്മൾ തിന്നൊന്നും മടുക്കും. വെറൈറ്റി ഫുഡ് കിട്ടും. രാജസ്ഥാനിലായിരിക്കും രാജസ്ഥാനി ഫുഡ്, അങ്ങനെ സ്വീറ്റ്സ് വേണം സ്വീറ്റ്സ്, ഇഡ്ഡലി വേണം ഇഡ്ഡലി, തമിഴ്നാട് സ്റ്റൈൽ, അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾക്ക് എൻ്റെ ബാക്കിൽ ക്രിയായോഗ ആശ്രമം സമയം ഇതിന്റെ ഒപ്പം നമുക്ക് കിടക്കാം. അങ്ങനെ വേണം. റൈസും മുളകായിരുന്നു. അതാ ഓരോ അഖാഡയിലും ഓരോ ഇതാണ്. ഓരോ ടെന്റിന്റെ അടുത്തും അവർക്ക് സെപ്പറേറ്റ് കിച്ചൺ ഉണ്ടാവും. ഈ വയ്ക്കണത് കൂടെ നമ്മൾ തന്നെയാണ് അവിടുത്തെ രാജവാസികൾ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇതിനകത്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇത് ചെയ്യണോ സേവ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ ചെയ്യും. ആർക്കെങ്കിലും ഫണ്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യാം. എന്താണ് ഈ വരുന്ന എല്ലാ ആൾക്കാർക്കും അവർ ഭക്ഷണം കൊടുക്കും. മനസ്സിലായി? അതാണ് അതിന്റെ പ്രത്യേകത. ഒരു ഗവൺമെന്റിന് ഇതിന് സപ്പോർട്ട് ചെയ്യില്ല. ഈ ഫുഡിന്റെ കാര്യത്തിൽ ഒരു ഗവൺമെന്റ് സപ്പോർട്ട്. ഗവൺമെന്റ് ആകെ ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. അവര് ഒരു സ്ക്വയർ ഫീറ്റ് ലാൻഡിന് ഇത്ര രൂപ വെച്ച് ഇവരെന്ന് ചാർജ് ചെയ്യും. നമുക്കിപ്പോ ഒരു ടെന്റ് കെട്ടണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റ് ഇരിച്ച് അതാണ് ഈ ഓരോ സിറ്റി ആയിട്ട് തിരിക്കുന്നത് പറയുന്നത്. ടൗൺഷിപ്പ് ഒരു ടൗൺഷിപ്പ് ക്രിയേഷനാണ്. അപ്പൊ ഓരോ ബൈറോഡ്സിനാണ് നമ്മുടെ ഇവിടുത്തെ പോലെ ലാൻഡിന് പോലെ റേറ്റ് വ്യത്യാസപ്പെടും. സെൻട്രൽ മെയിൻ റോഡിന് കാശ് കൂടുതലായിരിക്കും, ബൈറോഡ്സിന് വരുമ്പോൾ കാശ് കൂടുതലായിരിക്കും. നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അഖാഡയിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് അവരെ സബ്മിറ്റാണ് നമ്മൾ കാശ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ലാൻഡ് അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ടെന്റ് ചെയ്യണം. അത് നിരഞ്ജനി അഖാഡയാണ് 5 സ്റ്റാർ അഖാഡ. ഏറ്റവും കൂടുതൽ 1,00,000 പേർക്ക് അവർ അന്നദാനം കൊടുക്കും ഒരു ദിവസം. നിരഞ്ജനി അഖാഡ ജൂണിയാണ് അഖാഡിയാണ് ഏറ്റവും ആളും കൊണ്ട് ഏറ്റവും കൂടുതൽ ഇതുള്ളത് അഖാഡയാണ്. ഏറ്റവും മഴയത് പക്ഷെ പൈസ കൊണ്ട് കാശുള്ള ടീമുകളും ഉള്ളത് നിരഞ്ജനി അഖാഡയാണ്. കാരണം അവിടെ കൊണ്ടിരുന്നത് ചാപ്പ് കണക്കിന്റെ കാശ് കൊണ്ട് ധർമ്മിയാണ്. അവർ അതേമാതിരി തന്നെ ഇവര് നിർത്തില്ല, ഈ വന്നവർക്ക് തേക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ കാശ് ഇങ്ങനെ എണ്ണമൊന്നുമില്ല, അതാണ്
ആവശ്യമില്ല. അപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ കുംഭമേളയില് നമ്മുടെ ഗൂഗിളിന്റെ അവര് 10-200 ക്യാമറാസ് വെച്ചു എല്ലാ ഏരിയയിലും. ഇത് ഫുൾ ചെയ്യുന്നു. പക്ഷെ ഇവര് എവിടെ നിന്ന് വരുന്നു ഇങ്ങോട്ട് പോകുന്നു, ഈ ഒരു ക്യാമറ പെട്ടെന്ന് കുംഭനഗരിയിലെ ആൾക്കാരെത്തും, അത് കഴിഞ്ഞ് ഡിസപ്പിയർ ചെയ്തു. ഈ ക്യാമറ ഒന്നും റിസീവ് ചെയ്യുന്നില്ല, ഇവർ എവിടേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ കുറേ അമാനുഷികമായ ശക്തികൾ കുറേ സ്ഥിതി. ഇത് പൂർണ്ണ കുംഭമേളയാണ്. അതുകൊണ്ട് ഹിമാലയത്തിലുള്ള എല്ലാ അക്കോർഡീസും ഇതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ലെവലിലെത്തിയോ തീർച്ചയായിട്ടും അല്ലാതെ നമ്മള് ഡ്യൂട്ടി ഒന്നുമില്ല. അത്ര ഫുൾ മിലിറ്ററി ബാക്കപ്പാ. മിലിറ്ററി ഉണ്ട്, പോലീസ് എല്ലാവർക്കും ഉണ്ട് അവിടെ. ഒരു മനുഷ്യനോട് ഇറങ്ങാൻ പറ്റില്ല. അനക്കിയ ഷൂട്ട് അറ്റ് സൈറ്റ് ആണ്. അടുത്ത വോയിസിൽ പറഞ്ഞാൽ മതി, നിങ്ങളെ പോയി അനൗൺസ് ചെയ്താൽ മതി. അതിന്റെ എല്ലായിടത്തും ഓപ്ഷൻ കൊടുക്കും. അപ്പൊ എല്ലാം അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തോന്നുന്നുണ്ട്. അഞ്ചന കടയുണ്ട്, പലവഞ്ചന കടയുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും ഫുഡ് ആവശ്യമുണ്ടല്ലോ. അപ്പൊ എല്ലാ സാധനവും അവിടെ അവൈലബിൾ ആണ്. അപ്പോ ഇത്രയും ഹൈ ഡയമെൻഷൻസ് ഉള്ള ആൾക്കാർ ഒരു സ്ഥലത്തിങ്ങനെ യോജിക്കുന്നതും ഓരോ ഘടകത്തും ഓരോ ടൈപ്പ് യാഗങ്ങൾ നടക്കുന്നു. ഓരോ ടൈപ്പ് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് യാഗം നടത്തിയിരിക്കും. ഞങ്ങൾ ഒരു ദിവസം ചെന്നപ്പോ ഒരു അട്ടിക്കുള്ളിൽ ചെന്നപ്പോ അവിടെ യാഗം നടക്കാം പിടിച്ചിരുത്തി. ഞങ്ങളെ പിടിച്ചിരുത്തി ഞങ്ങളോട് അവരെ ഒന്നാം ചെല്ലും. നമ്മള് ഇതിനകത്തേക്ക് നെയ്യൊഴിക്കുക, ഒരാൾ നെയ്യൊഴിക്കല്, ഒരാള് വെള്ളിടല്, ഒരാൾ അരിയിടല്. നമ്മളെ പിടിച്ചിരുന്നാലും അവരെ സർട്ടിഫിക്കറ്റ് നമ്മളെ അന്നത്തെ നമ്മളെയാണ്. അപ്പൊ അങ്ങനെ അവർക്ക് അങ്ങനെ വിത്തിരിക്കുക. നമുക്ക് ആരടുത്ത് പോയി വേണമെങ്കിലും അവിടെ സംസാരിക്കാം. എത്ര നേരം വേണമെങ്കിലും എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാൻ അഖാഡാന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് സെക്ടർ 14 അഖാഡ കൊടുക്കുന്നതാണ്. അവരാണ് ഇത് കുംഭമേള കൺട്രോൾ ചെയ്യുന്നത്. അവർക്കാണ് അധികാരം. ഇതിനകത്ത് പല പല ഹെഡുകളുണ്ട്. 108 1008 ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് മഹാമണ്ഡലേശ്വരം. 1008 മഹാമണ്ഡലേശ്വരം അതാണ് ടോപ്പ് റാങ്ക്. അത് അതിൻ്റെ താഴെ വരും മഹന്ത്, മഹാമണ്ഡലേശ്വരന്മാര്, മണ്ഡലേശ്വരന്മാർ. അപ്പൊ 108 ദീക്ഷ സന്യാസ ദീക്ഷ കൊടുത്ത ആൾക്കാരെയാണ് മണ്ഡലേശ്വരന്മാരാണ്. 14 കഴിച്ച മണ്ഡലേശ്വര മഹാമണ്ഡലേശ്വര 108 ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മഹാമണ്ഡലേശ്വരം കിട്ടും. അപ്പൊ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. അഖാഡയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് സ്ലോട്ട് വേണമെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകും. ഇതിന്റെ ഫുൾ എക്സ്പെൻസ് നമ്മൾ തന്നെ വരും. നമുക്കൊരു ടെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ക്വയർ ഫീറ്റ് VIP ടെന്റുകൾ സെപ്പറേറ്റ്, ഇൻഡിവിജ്വൽ VIP ടെന്റ്. അതൊരു ദിവസം 10,000 20,000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഫുൾ AC ടെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഫോറിനേഴ്സ് 180 രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഞങ്ങൾ കഴിഞ്ഞ കുംഭമേളയ്ക്ക് പ്രയാഗിൽ വന്നത്. 180 രാഷ്ട്രങ്ങൾ. ഒരു ദിവസം ആ കുംഭസ്നാനം എന്ന് പറഞ്ഞ സ്പെഷ്യൽ സ്നാനമാണ്. അന്നാണ് ഈ വെള്ളത്തിൽ അമൃതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. അന്നത്തെ കൺസെപ്റ്റ് ആ എനർജി ആ വാട്ടറിൽ അന്നാണ്. അതിനാണ് നമ്മൾ ഈ കുംഭപൂങ്ക എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഈ അമൃത ഷാഹിസ്നാനം അല്ലെങ്കിൽ കുംഭസ്നാനം അതാണ്. അപ്പൊ അത് പൗർണമിക്കും അമാവാസിക്കും ഉണ്ടാവും, ശിവരാത്രിയുടെ അന്നുണ്ടാവും. പ്ലസ് ഒരു സ്പെഷ്യൽ ഡേക്ക് വേറെ. അങ്ങനെ 7 എണ്ണോ 6 എണ്ണോ ഉണ്ടാവും സാധാരണ. അപ്പൊ അത് അവർ രാശി വെച്ചിട്ടാണ് അത് തീരുമാനിച്ചത്. അപ്പൊ ആ ഡേറ്റിൽ മുങ്ങി കഴിഞ്ഞാൽ നമ്മൾ പാപം തീരുന്നാണ് പറയുന്നത്. കാരണം അന്ന് അമൃതം നൽകി വെള്ളത്തിൽ വന്ന ഡിസോൾവ് ആയി ആ കുംഭം 4 സ്ഥലത്ത് അമൃതം കൊണ്ടുവരും. അപ്പൊ അതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ കുംഭമേള നടക്കുന്നത്. അപ്പോൾ ഈ 4 സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പൂർണ്ണ കുംഭമേള നടക്കുന്നത് ഹരിദ്വാറിലും ഇവിടെയും മാത്രമേ പ്രയാഗിൽ മാത്രമേ. മറ്റേതൊക്കെ
ഇനി അത് ആ ഹിമാലയൻ സൈഡിൽ. ഇനി നമ്മുടെ നാട്ടിലുള്ള ഓരോ ആശ്രമങ്ങളിൽ നിന്നും എല്ലാ അവിടെ നിന്നും ഇവര് പെരുമാറും. എല്ലാവരും ഒരു മിംഗ്ലിംഗ് ആണ് അവിടെ. ടിബറ്റിൽ നിന്ന് വരും, എല്ലായിടത്തു നിന്നും വരും. നമ്മുടെ അവിടെയുള്ള എല്ലാവരും ബുദ്ധമതക്കാരായിരിക്കും. പക്ഷേ ഇപ്പൊ ഈ ഒരു അകാടം ലാസ്റ്റ് അകാടം എന്നുള്ളത് ഈ ഇതാണ് ഗുജറാത്തിന്റെ വേണ്ടി സെപ്പറേറ്റ് അകാടം അവിടത്തേക്കാണ്. ഗുജറാത്തിന്റെ അകാടയുടെ ഇത് എന്തായാലും പറയണേ കിന്നറകാടയുടെ ലേഡിയാണ് അതിന്റെ അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ആരും വേർതിരിവോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പുള്ളി ഷാഹി സ്ഥാനത്തിന് പോകുമ്പോ അവര് ഇതടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇവിടെ കഴക്കൂര് വെച്ചിട്ട് ഇങ്ങനെ റോഡ് ഫെൻസ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ ഒരു കേറാൻ നോക്കിയ അവര് അവരുടെ ഗ്രൂപ്പിലെല്ലാം മനസ്സിലായ അവരെ നാട്ടിക്കിട്ട് കൊണ്ടുകൊണ്ട് അവരെ വടിയുണ്ടാവും. പക്ഷെ 2 കീറ് തരും. അവൻ നമ്മളെ കൊന്നാ പോലും മിലിറ്ററി മിണ്ടൂല, ഒരു പോലീസും മിണ്ടില്ല. നോക്കിക്കോളും. അവരെ ഒരു കാരണവശാലും മിലിറ്ററി അവര് ഒന്നും ചെയ്യില്ല. ഫുൾ ഫ്രീഡം ആണ്. അതാണ് ആ ബോഡിയോണ്ട് ഫുൾ ഫ്രീഡം. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ആരും നമ്മുടെ ഇവിടുത്തെ പോലെ ആ ഇതിന്റെ ഇടയിൽ കൂടെ കുഞ്ഞു കയറി അപ്പുറത്ത് കയറി നോക്കിക്കേ അവരുടെ ഒപ്പം പോയി കുളിക്കാതെ നടക്കണ കാര്യം. മനസ്സിലായോ? ഞങ്ങള് കഴിഞ്ഞ ഒരിക്കൽ പോയപ്പോ ഞങ്ങൾക്ക് സംഭവിച്ചതാണ്. പിന്നെ ഞങ്ങൾ അവരുടെ കൈയും കാലും മുക്കി വയസ്സായവരോടും കൂടെ ഞങ്ങളുടെ ID കാർഡ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പക്ഷേ അക്കാട ID തന്ന അക്കാടക്കാരെ പോയി ഞങ്ങൾ ലേറ്റ് ആയി വണ്ടി നിർത്തി. അപ്പൊ വേറെ അക്കാടത്തിൽ മിലിറ്ററിയോട് കുറെ കാര്യങ്ങൾ അവരൊക്കെ ഒറ്റങ്ങൾ വന്നു. ഈ ID കാർഡ് കണ്ടിട്ട് ഞങ്ങൾ സമയം ലേറ്റ് ആയി അങ്ങനെ കൈ കാലം പിടിച്ചെങ്കിലും അലയാട്ടിട്ട് ഉറപ്പാ. ആരും ചോദിക്കില്ല. ഒരു മിലിറ്ററി എടുത്ത് ഒരു തരില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇടിയും തിരക്കും അതൊന്നും ഉണ്ടാവില്ല. നമ്മളെ ആരും തൊടില്ല. നമ്മളൊരു ഒഴുക്കിൽ ഇങ്ങനെ പോകുന്നു. അതിനനുസരിച്ച് ഇങ്ങനെ പോയി ഇടയ്ക്ക് വന്നിങ്ങനെ നിൽക്കം പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആട്ടം അറിയും. നടക്കുകയാണെങ്കിൽ ഇങ്ങനെ അടികൊണ്ടാണ്. ഇനി അതും വേണ്ട. ഇവിടെയുള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴ ക്രോസ് ചെയ്ത് ഒരു 10-12 ബ്രിഡ്ജസ് ഉണ്ട്. ടെമ്പററി ബ്രിഡ്ജസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ലോറിയിൽ ടാങ്കർ ഇല്ലേ? ഈ ടാങ്കർ അങ്ങനെ തന്നെ ആ ഉണ്ട പോലത്തെ ടാങ്കർ അങ്ങനെ തന്നെ വെള്ളത്തിലിട്ടേക്കാണ്. മനസ്സിലായി? ആ ടാങ്കർ വെള്ളത്തിലിട്ടു. അതിന് മുകളിലാണ് പാലം കൊണ്ടുപോകും. അങ്ങനെ 12 13 അപ്പൊ അവരുടെ ക്രോസ് ചെയ്യാൻ 6 ഫുൾ ആൾക്കാരെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്രോസ് ചെയ്യുന്നത് അത് പുഴ കിടന്ന് അപ്പുറത്ത് കിടക്കാൻ. അപ്പോൾ ഷാഹി സ്നാനത്തിന് ഇവിടെയുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഗംഗ എന്ന സരസ്വതി, ഗംഗ ഈ സൈഡിൽ നിന്ന് വരും, യമുന ഈ സൈഡിൽ നിന്ന് വരും. സരസ്വതി കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ അടിയിലിങ്ങനെ പോകുന്നത്. അവിടെയാണ് സ്നാനം. അപ്പൊ പുഴയുടെ അപ്പുറത്തുനിന്ന് സ്നാനം ചെയ്താൽ പുഴയുടെ ഇപ്പുറത്ത് സ്നാനം ചെയ്താൽ സെയിം അത്. നമ്മൾ ഇവരുടെ ഒപ്പം ഇടി കൂടി ചെന്ന് അപ്പുറത്തെ പോയി അവർ പുള്ളി അതിലെ പോയുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇവര് മുങ്ങുമ്പോൾ അവരുടെ ഒപ്പം നമുക്ക് മുങ്ങാം. മനസ്സിലായി? അപ്പൊ അതാണ് എൻ്റെ ഓരോ അകടയ്ക്കും ഓരോ സ്ലോട്ടുണ്ട്, ടൈം സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ആ സ്ലോട്ട് അനുസരിച്ചിട്ട് 2 മണിക്കൂർ കൂടുമ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ 10, 200, 300 പേര് വെച്ചിട്ട് ഒരു ചാലഞ്ച് ഉണ്ട്. കുതിരവണ്ടിയിലും മറ്റേ ട്രക്കിലും മെയിനായിട്ട് ട്രാക്ടറെല്ലാം പോകുന്നതാണ്. കസേരയൊക്കെ ഇട്ട് വലിയ അവരുടെ മെയിൻ ചീഫ് ചെയ്ത് ചണ്ടയും കൂടി പോയി കുളിക്കഴിഞ്ഞ് അവിടെ ഇതൊക്കെ കാണും, മാലിന്യം കാണും. അപ്പോൾ അങ്ങനെ കാണുമെന്നാണെങ്കിൽ നമ്മൾ ഇതിനകത്തൊന്നും പെടാണ്ട് സൈഡിൽ കൂടെ മാറി ഒരു സൈഡിൽ വരാണ്ട് സുഖമായിട്ട് പോയി ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് കുളിച്ച് അവരുടെ ഒപ്പം എത്ര നേരം വേണമെങ്കിലും പോകാം. മനസ്സിലാക്കാം? അപ്പുറം സൈഡിലൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ റെസ്ട്രിക്ഷൻ ഇല്ല. അത് പോയി മുങ്ങി ആവശ്യാർത്ഥം ഇവരെല്ലാം കണ്ട് കുറേ നേരമൊക്കെ അവിടെ നിന്ന് എല്ലാ കടയിലും വന്ന ആൾക്കാരൊക്കെ കാണുന്നു. ഇവിടെ നീ വെയിലിരിക്കുമ്പോൾ അത് തളർന്നുണ്ടാവില്ല.
നമുക്ക് തിരിച്ചു വരാം. ഒരു സ്പ്രേ കിട്ടില്ല അതിന്റെ തെറപ്പി ഉണ്ടാവും. അപ്പൊ അത്ര എനർജി ഫുൾ സ്പേസ് ആണ്. അത്ര എനർജി ഫുൾ സ്പേസ് ലോകത്തില് വേറെ ഒരു സ്ഥലത്തും ഒരു സമയത്തും ഇങ്ങനെ ഒരു എനർജി ഫീലിംഗ് സ്പേസ് കിട്ടില്ല. കാരണം അത്രയേ അഘോരികളും ഈ സന്യാസി സമൂഹവും എല്ലാവരും ഒരേ ഏരിയയിൽ അക്യുമുലേറ്റ് ചെയ്തു. ഓരോരുത്തരും നമ്മളോട് വരുമ്പോൾ നമുക്കൊരു എനർജി ഫീൽ കിട്ടുന്നില്ല. ഇതേ കാര്യം അവർ ഹിമാലയത്തിൽ ഇതിനു വേണ്ടി മാത്രം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഓണൊക്കെ എത്ര വലുത് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളവിടെ ഒന്നും ചെയ്യണ്ട, വെറുതെ അവിടെ ചെന്ന് നിന്നാൽ മാത്രം ഈ എനർജി ഫീൽഡ്. ആ എനർജി ഫീൽഡാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. പ്ലസ് ഈ ഹോമും യാവും നടക്കുന്നു എല്ലാ ദിവസവും ഹോം നടക്കും. അതേമാതിരി സ്പെസിഫൈഡ് യാഗങ്ങൾ ഫുൾ യാഗങ്ങൾ ഓരോ അക്കടയും ഇതെല്ലാം അതിന്റെ കൂടുതൽ വേറെ ഇതെല്ലാം കൂടെ കൂടിയിട്ടുണ്ടല്ലോ അവിടെ ഒരു സ്പെഷ്യൽ നമ്പർ. അപ്പൊ ജീവിതത്തിൽ റയറായിട്ട് നമുക്ക് റയറസ്റ്റാണ്. ഇതിപ്പോ പൂർണ്ണ വേണതുകൊണ്ട് എല്ലാവരും സാധാരണ എല്ലാവർക്കും തരില്ല, വലിയ ആൾക്കാർക്കും തരില്ല. എല്ലാവർക്കും ഇതിന് എല്ലാവർക്കും മഹാഭാരത ബാബന്റെ കൈകൊണ്ടാണ്. അപ്പൊ കാണുന്നവർക്ക് കാണാം. പുള്ളി ഓരോരുത്തരെ കൂടി കുറിക്കുന്നതും കണ്ടാൽ പ്രവേശനം ചെയ്യും. അവിടെ നടക്കും. അപ്പൊ എവിടെയെങ്കിലും വെച്ച് ആർക്കെങ്കിലും എവിടെയെങ്കിലും കേട്ട് കാണാൻ പറ്റും. അദ്ദേഹത്തിനും കാണാം. അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവരും പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും അവിടെ ഉണ്ട്. കാരണം ദേവി ഉപാസകർ ദേവിയുടെ തന്നെ ചെയ്യാൻ ശ്രീവിദ്യ ഉപാസകർ അവരുടെ പൂജ അവിടെ ചെയ്യും. ശ്രീവിദ്യ അപ്പൊ അങ്ങനെ ഫുൾ പവർഫുൾ ഫുൾ ദേവി ദേവന്മാരുടെയും ഫുൾ അനുഗ്രഹത്തോടുകൂടി ഇത്രയും ദിവസം അവിടെ നിന്ന് ആറാടിക്കൊണ്ടിരിക്കും. അതാണ് ഈ കുംഭനഗരിയുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ. അപ്പൊ നമ്മള് ചുമ്മാ പോയി തിരിച്ചു വന്നത് തന്നെ നമ്മൾ ഏതാണ്ട് 10 വർഷം നമ്മൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ അവിടെ 3-4 ദിവസം നിന്ന് ഇറങ്ങി. അതുകൊണ്ടാണ് നമ്മുടെ 3-4 ദിവസം നിൽക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ 2 സ്നാനം പിടിക്കുന്നു. 2 സ്നാനം അടിപ്പിച്ചു വരുമ്പോൾ 7 ദിവസം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ 2 മുങ്ങിയിട്ടേ വരും. എത്ര പോകുന്നു അവിടെ നമ്മൾ അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സരസ്വതി വേറെ ഒന്നും കിട്ടില്ല. ത്രിവേണി സംഗമത്തിൽ ഇവിടെ മാത്രമേ നമുക്ക് ഈ 3 പേരെ കിട്ടൂ. ഇത് നമുക്ക് ലൈവായിട്ട് എല്ലാ സരസ്വതി കാണുമ്പോൾ നമ്മൾ ഓരോ കുമ്പം മുങ്ങി ഇങ്ങനെ എടുത്തിട്ടുള്ള എല്ലാ ജനം പോയി ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. കറക്റ്റ് അതേപോലെ സരസ്വതി ലൈവായിട്ട് ആകാശം കാണുമ്പോൾ ആ ഡയമെൻഷനിൽ നമ്മൾ ഉണർന്നിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ ഡയമെൻഷനിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഡയമെൻഷനിൽ കാണാൻ പറ്റും. മനസ്സിലായി? ചിലർക്ക് വെറും ഒരു ഷെയ്ഡ് എല്ലാം ഓറയായിട്ട് കാണും, വൈറ്റ് ഓറയായിട്ട് കാണും. ചിലർക്ക് പൂർണ്ണ ഡ്രസ്സോടുകൂടി പൂർണ്ണ രൂപം കാണും. എനിക്കൊക്കെ 4 സ്റ്റേജ് 4 സ്റ്റേജസ് പൂർണ്ണ രൂപത്തിൽ കാണാൻ സാധിക്കും. 4 സ്റ്റേജസ്. അപ്പൊ അത് നിങ്ങളുടെ ഡയമെൻഷൻ ഏത് രീതിയിലാണ് ആരും അവരൊക്കെ വഴിയായിരിക്കുന്നത് കാര്യമില്ല. അവനോന്റെ ഡയമെൻഷൻ അനുസരിച്ചിരിക്കും കാണുന്നത്. എവിടെ ചെന്നാലും ഇത് സ്ഥിതി. ഇപ്പൊ നിങ്ങള് ഞാൻ അവിടെ പോയി അത് കണ്ടു, മറ്റേയാൾ കണ്ടില്ല, ഇയാൾ കണ്ടില്ല. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ആ സോളിന്റെ ആ സോളിന് ആ ഫ്രീക്വൻസി കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കുംഭനഗരിയിൽ ഈ പറഞ്ഞ എല്ലാ ഗോറികളും മനസ്സിലായി. പക്ഷെ ഇതിനകത്ത് ആരാണ് നല്ലത് ഏതാണ് ചീത്താന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഇവർക്ക് ലോങ്ങിലേ നമ്മൾ ഫ്രീക്വൻസി കാണിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത് വരണ്ട. മനസ്സിലായി? അപ്പൊ അവര് മാസ്ക് ചെയ്യും. കാണുമ്പോഴാണെങ്കിൽ കറക്റ്റ് അവർ ഇത് കൊടുക്കുകയും ദർശനം കൊടുക്കുകയും ചെയ്യും. അല്ലാത്ത പണി അവിടെ മാസ്ക് അവർ മാസ്ക് ചെയ്യുന്നു. നമ്മളവരെ കാണുന്നു.
ചിലപ്പോ അന്ന് ഞങ്ങൾ പോയപ്പോ കഴിഞ്ഞ കുംഭമേളയിൽ ബാബാജി എന്റെ മെന്ന് പലകാലം പ്രവചനം ചെയ്തു. എന്റെ കൂടെ ആരും കണ്ടില്ല, ഒരു മനുഷ്യന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടില്ല, ഉമ്മ ഇങ്ങനെ നോക്കും. ഉമ്മ മുങ്ങി പുറത്തിറങ്ങി നോക്കാം, പുള്ളിയുടെ കൂടി പോയി. ഒരു 10 മിനിറ്റ് മിണ്ടാണ്ട് കിടക്കുന്നു. കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു, ആരും അറിഞ്ഞു. എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല, കാരണം ബാബാജി മനസ്സിൽ കയറി കഴിഞ്ഞാൽ പുള്ളിയായിരിക്കും കണ്ടോളില്ല. അപ്പൊ നമ്മള് ഒന്നും നിങ്ങളെ അത് നോക്കുന്നു പറയാനുള്ള കുറച്ച് ഇതുണ്ടാകുന്നു. അതാണ് സിദ്ധന്മാരുടെ സിദ്ധന്മാര് കയറി കഴിഞ്ഞാൽ ആളുകളെയും ഇതോടെ മിനി കുംഭനഗരിയായിരുന്നു. ഇതോടെ ഗംഗാ ജമുന സരസ്വതി വന്നിട്ടുണ്ട്. ബാബാജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആവില്ല. ശ്രമിക്കണം. നമ്മള് 15 ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കാണാൻ മെഡിറ്റേഷൻ ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുന്ന പിന്നീട് അല്ല അതിന്റെ ടേസ്റ്റ് സവയുടെ ടേസ്റ്റ് കാണും. അങ്ങനത്തെ അമൃതയില്ലാതെ മേലെ ഫുൾ കുത്തി പോകുന്ന ഫീൽ ഉണ്ടെന്നുണ്ട്. മുള്ളുകൊണ്ട് കുത്തുന്നുണ്ട്. എങ്ങനെ ഫ്രീക്വൻസി മാറും. ഭയങ്കര വ്യത്യാസമുണ്ട്. ചുമ്മാ ഇങ്ങനെ അലടിക്കുന്ന മാതിരിയൊക്കെ ചെറിയ രീതിയിലുള്ള അലടിക്കുന്നു. കളർ മാറും. മാറിയാണ് സ്വീറ്റ്നെസ് മാറിയില്ല. മറ്റേ ടേസ്റ്റ് കൂടും.
सनसनी है पीछे मारो നല്ല വൈറ്റ് ദേവിദേവന്മാർക്ക് വരെ ഭയങ്കര ഇതായിരുന്നു. കാരണം വളരെ ഊർജ്ജമാണ്, അവരെല്ലാവരും ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ. അതാണ് ഉന്നതഗതിയിൽ പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ഏത് ലോകത്ത് പോയാലും ഇങ്ങനെ ഒന്നിച്ചൊരു ഇത്രയും പ്രസൻസ് എവിടെ പോയാലും സ്വർഗത്തിൽ പോയാൽ തന്നെ ഇത്രയും പ്രസൻസ്. കാരണം ഭൂമിയിലുള്ളവരും ഇവിടെയല്ലോ, ഭൂമിയിലുള്ളവരും അവിടെയുള്ളവരും സൂക്ഷ്മത്തിലുള്ളവരും ഒരേ സമയം അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ തന്നെ ഉണ്ടല്ലോ ആ പോലെ ലേഡീസ് അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ 12 പേര് ഇപ്പോൾ ഓൾറെഡി 12 പേരാണ്. നാളത്തെ കഴിഞ്ഞ കൂടി നാളെ കൂടി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞത് കട്ട് ഓഫ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ് ബുക്ക് ചെയ്യണം. അപ്പം നമ്മളിങ്ങനെ വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബസ് ബുക്ക് ചെയ്യണം. ആക്ച്വലി നമുക്ക് ഒരാൾക്ക് പറഞ്ഞിട്ട് അവിടെ ആവറേജ് 14,000 to 15,000 ബസ്സിന്. ആ നമ്മൾ ഇവിടുന്ന് 48 hours അവിടെ ചെല്ലും. അത് നമ്മുടെ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ സ്ട്രൈറ്റ് ഇവിടുന്ന് രാത്രി ഇവിടുന്ന് കയറുക. രാത്രി ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യും. ആന്ധ്രയിൽ തിരുപ്പതി ചെയ്യും. തിരുപ്പതിയിൽ നമ്മൾ മുകളിൽ കയറില്ല. തിരുപ്പതിയിൽ താഴത്ത് പോയിട്ട് അവിടെ ടോയ്ലറ്റിൽ നമ്മൾ എല്ലാം കുളി ഇതൊക്കെ സെറ്റ് ആയി അവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ 1 hour കാളഹസ്തിയിൽ. അപ്പോൾ അത് ജ്യോതിർലിംഗമാണ്. അപ്പോൾ ഫസ്റ്റ് ജ്യോതിർലിംഗം അവിടെ കൊടുത്ത് ഒരു നമുക്ക് റെസ്റ്റ് കിട്ടും. നമുക്ക് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 30 hours പ്രയാസം. അപ്പോൾ അങ്ങനെ വാരണാസി ഉത്തർ भी जा रहे हैं. അപ്പോൾ ആദ്യം പ്രയാഗിൽ പോകും. പ്രയാഗിൽ നമ്മൾ കുംഭം മുങ്ങി. ഇനി അവിടെ നിങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ദിവസം നമ്മളവിടെ ഉണ്ട് കുംഭനഗരിയിൽ. അപ്പം നമ്മൾ ഓരോ അഭാടയുടെ അടുത്തൊക്കെ പോയി സംസാരിച്ച് അവരെ കണ്ട് നമുക്ക്
നിങ്ങൾക്ക് അവിടെ സെറ്റിൽ ആവും. അതല്ല 2 ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ അയോധ്യയിലേക്ക് പോകും. അയോധ്യ അവിടെ നടത്താം, 4 മണിക്കൂർ യാത്ര പോകും. അപ്പോൾ അവിടുന്ന് അയോധ്യ കയറും. അയോധ്യയിൽ ഒരു ദിവസം അവിടെ സ്റ്റേ, അവിടെ കൂടുന്നതിന് ശേഷം നേരെ കാശിയിലേക്ക് വരും. കാശിയിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ ഉണ്ട്, ഡേയും നൈറ്റും അവിടെ സ്റ്റേ ചെയ്യും. അവിടെ നിന്നിട്ട് കാശിയിൽ അറിയിക്കണം. അതിനല്ലേ കറക്റ്റ് എണ്ണം കിട്ടുന്നത്, കിട്ടിയാലൊക്കെ അറിഞ്ഞേ പറ്റും. അപ്പോൾ ഒന്നും ആയിട്ടില്ല. നമുക്ക് ഫസ്റ്റ് നമ്മൾ എത്ര പേരുണ്ടെന്നാണ്, എന്നാൽ അതിനനുസരിച്ച് സ്റ്റേ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കാശിയിൽ നമ്മൾ ഒരു ഡേയും ഉണ്ടാവും, ഒരു നൈറ്റും ഉണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം കാട്ടിൽ കൂടെ പോയി അതിലേക്ക് സമാധിയുണ്ട്. നമ്മുടെ ലാഹി മഹേഷിന്റെ സമാധി കാശി. പിന്നെ എല്ലാ കാട്ടുകളും കയറിയാലും കണ്ട് അവിടെ വൈകുന്നേരത്തെ ഗംഗാരനെയും കണ്ട് നമ്മൾ അവിടെ ദിവസം സ്റ്റേ ചെയ്ത് അവിടെ കുറേ അമ്പലങ്ങളുണ്ട്. തിരുപ്പന്നേശ്വരം മലയാളികളുടെ ഉണ്ട്, പിന്നെ നമ്മുടെ കാശി വിശ്വനാഥൻ്റെ ഉണ്ട്, പിന്നെ ഹനുമാനുണ്ട്, കൃഷ്ണൻ, കുറേ എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുള്ള അവിടെയൊക്കെ പോയി അതാണ് തൊട്ടടുത്ത് തന്നെ അവിടെ പോകുന്നു. അവിടെ 5 അമ്പലങ്ങളിലൊക്കെ പോകും. കാളീശ്വരത്തുണ്ട്, പിന്നെ ഭൈരവനുണ്ട്. ഇവിടെയൊക്കെ പോകും. ഭൈരവൻ്റെ അടുത്ത് നമ്മുടെ ഫ്രീക്വൻസി മാച്ച് ആകുന്നു. കാരണം ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകും. കാരണം അവിടെ കള്ളും തിരിച്ചു എല്ലാവരും മറ്റേ ഓടിലിക്കറും ഓരോ കുട്ടിയാണ് അവിടെ ഓടിക്കുന്ന അപ്പോൾ നമുക്ക് ആ ഫ്രീക്വൻസി മാച്ച് ആകും. ഫോട്ടോർക്ക് പോകാൻ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഫുള്ള് കൊടുത്തതിന് ശേഷം കാശി കൊടുത്തതിന് ശേഷം തിരിച്ച് വീണ്ടും നമ്മൾ കുമ്പളയിലേക്ക് क्या अपना ग्रुप का सत्य मंदिर है, सिर्फ मेडिटेशन करने। अच्छा 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 उधर जाओ और पास है ये है वो सत्य मंदिर कुछ है मेडिटेशन करने के लिए रहने कुछ है क्या? नहीं आपका मालूम है लॉज कुछ रहने के लिए? लॉज मिलेगा इधर रहने के लिए सिर्फ मेडिटेशन। तो अपना ग्रुप का वो लहरी महास है। हाँ उधर हम जा रहे हैं। उनका हाँ ये मालूम है, लहरी का मालूम है। उनका बेटा ऐसा है। ये उसका घर भी है सामने, एक वो बंद रहता വർഷത്തിലൊരിക്കൽ വീട് തുറക്കും ലാരി താമസിച്ചിരുന്നത്. അപ്പം അത് വെറുതെ കാണാൻ പറ്റില്ല, കാണുന്ന സമാധി പോകാം. ലാരിയുടെ സമാധിയുണ്ട്, അവിടെ ബാബാജിയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് ട്രൈ ചെയ്ത സമയം ഇവിടെ ബാങ്കിൽ കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആശ്രമം വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ വരേണ്ടി ഇപ്പോൾ തന്നെ പറയണം. അപ്പോൾ അവരെല്ലാം അവിടെ ആശ്രമം താമസം അങ്ങനെ. അപ്പോൾ അവര് ഇങ്ങനെ ഞാൻ തുടങ്ങിയ ഈ പായലിനെ കിടന്നോളാം അത്രോളം പരിപാടി റെഡിയാണെങ്കിൽ അവർക്ക് എല്ലാ ആൾക്കാരിലും ടോയ്ലറ്റ് ഉണ്ട്. കുളിക്കല് നമ്മള് പുഴയിൽ പോയി കുളിക്കും. ടോയ്ലറ്റ് തിന്നാൻ പോയി. അപ്പോ അവിടെ കാശി തിരിച്ച് നമ്മൾ വീണ്ടും കുംഭസ്നാനത്തിൽ വരും. പ്രവരം കഴിഞ്ഞു വീണ്ടും കുംഭസ്നാനത്തിൽ വരും. കുംഭസ്നാനം കഴിഞ്ഞ് 8ാമത്തെ അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിക്കും, റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്ത് നേരെ പോകുന്നത് ഇവിടേക്ക് ഗയ പോയി. ഗയന്ന് പിന്നെ പോകുന്നത് ആ പോണ വഴിയിൽ നമ്മൾ ഗോരഖ്നാഥിന്റെ ഇതുണ്ട്, ഗോരഖ്പൂർ ഗോരഖ്നാഥ് ഗെയിംസ് है ना. അത് കഴിഞ്ഞ് പിന്നെ ഗയ കഴിഞ്ഞ പിന്നെ പുരി ചർമ്മനാശം. അങ്ങനെ പുരി പോയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ ഈ സൈഡിൽ കൂടെ കോസ്റ്റലിൽ കൂടെ വരും. കോസ്റ്റലിൽ കൂടെ വരുമ്പോൾ നമ്മൾ UP വരെയല്ലേ പോകണം. ഇപ്പൊ തന്നെ 11 സ്റ്റേറ്റ് കവർ ചെയ്യും. അപ്പൊ ഇങ്ങനെ കറങ്ങി ഒറീസയിൽ പോകും. ഒറീസയിൽ നിന്ന് താഴത്തേക്ക് ആന്ധ്ര കട്ട് ചെയ്ത് നേരെ തമിഴ്നാട്ടിൽ വരും. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക്
എല്ലാവരും ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തിരുവണ്ണാമല കയറാം. പിന്നെ മന്നവഴിക്ക് റോഡ് നമ്മുടെ അഗസ്ത്യന്റെ ബോഡി ഉപേക്ഷിച്ച ഇതുണ്ട്, അവിടെ കയറാം, സമാധിയായ സ്ഥലം. അപ്പോൾ അവിടെ ഈ റോഡിൽ കയറാൻ കാവേരിയുടെ തീർക്കും. അതും കഴിഞ്ഞ് തിരിച്ച് നമ്മൾ അപ്പോൾ ഏകദേശം ഒരു 14 ദിവസം. അഗസ്ത്യന് 3 സ്ഥലത്താണ് അദ്ദേഹം അഗസ്ത്യന്റെ ഇത് ചെയ്തിട്ടുള്ളത്. അത്രയും ഇത് ചെയ്ത് നമ്മൾ തിരിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ട് അത്ര പവർഫുൾ ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന അത് മനസ്സിൽ പോയി കാര്യം നമ്മൾ നോക്കുന്ന അവരെ ഒന്നുമില്ലാണ്ടായിരിക്കുന്നതാണ്. സ്നാനത്തിന്റെ ഡേറ്റ് അവിടെ അങ്ങനെയൊന്നുമില്ല. സമയത്ത് അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരേ തരത്തിൽ തന്നെ പോകണം. ഇതൊക്കെ ഡ്രസ്സ് മാറാത്ത ആളുകളുണ്ട്. ഒരു പ്രശ്നമില്ല. ഞങ്ങൾ താമസിച്ച് വേറെ അടുത്തുള്ള പ്രിയായുള്ള ആശ്രമമുണ്ട്. അവിടെയാണ് ബാബാജി ലാഹിരി മഹേഷന് ദർശനം കൊടുത്ത സ്ഥലം. അതിന് അല്ല യുക്തേശ്വറിന് ദർശനം കൊടുത്ത അതിന് ആ ആലും ഇതൊക്കെ അവിടെയുണ്ട്. അതൊരു സ്വാമിജി അവിടെ വലിയൊരു ആശ്രമം തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ചത് അവിടെയാണ്. അത് ഇതിന്റെ ഫാൻസി തന്നെയാണ്. ഈ ബസ്സിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അത് ഇത്രയും പേര് പോയും നമുക്ക് ഇത്രയും അമ്പലങ്ങളും കവർ ചെയ്യുന്നുണ്ടേ. മനസ്സിലായോ? എത്ര 7-8 അമ്പലങ്ങൾ മെയിൻ ക്ഷേത്രങ്ങൾ നമുക്ക് കവർ ചെയ്യണം. ഗയയിലാണ് പിതൃതർപ്പണം. പിതൃതർപ്പണത്തിന് ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഗയയാണ്. അത് ഞാൻ പറയാം, ഗയയുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് മെഡിറ്റേഷനിൽ പിതൃതർപ്പണം കൊടുത്താൽ മതി. എല്ലാവരും വരും. അപ്പോ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് കാശിയിൽ പോകുന്നുണ്ട്. കാശിയിൽ നമുക്ക് അവിടെയും പിതൃതർപ്പണമാണെന്നതിനെ നമുക്ക് വേണ്ട, നമുക്ക് ഗംഗാരതിയൊക്കെ ചെയ്താൽ മതി. ഗംഗാതെ കാട്ട് ഗംഗയിൽ അവിടെ ഇരുന്ന് ചെയ്യാം. അപ്പോ അതാണ് പിന്നെ പ്രത്യേകത. ഇനി ഇതിന് സംശയം ചെയ്യും. പീരീഡ്സിന്റെ ടൈറ്റാണെങ്കിൽ നിങ്ങൾ ഗുളിക കഴിക്കേണ്ടി വരും. ഗുളിക കഴിച്ച് പീരീഡ് മാറ്റേണ്ടി വരും. ഒരു അമ്പലത്തിലും പീരീഡ്സിന്റെ തമ്മിൽ കയറാൻ പറ്റും. ഗുളിക കഴിക്കും. നമ്മുടെ പ്രിയാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള അമ്പലത്തിലേക്ക് മഹർഷികളുടെ ബഹുമാനിക്കാരെന്ന് പറഞ്ഞ കേട്ടോ ഈ അനാബാജ് പിന്നെ വഴി തന്നെ പോകരുത്. ഞങ്ങളെ കൊണ്ടായവര് ഞങ്ങള് ഈ 17 കിലോമീറ്റർ താണ്ടി പുളിയും കഴിഞ്ഞ് അവിടെ എത്തി ആ ഒരു ആശ്രമത്തിൽ ചെന്നു. അവിടെ ആശ്രമത്തിൽ ചെന്നപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായ ടീം ഞങ്ങളെ വിട്ടുപോയി. അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകണമെന്ന്. അവര് അയാള് അവിടെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി ഒരാഴ്ച അവിടെ ഉണ്ടായ ആളാണ്. ഇയാളാണ് ഇവരെ നടത്തിക്കൊണ്ടുപോയത്. എന്ത് ചെയ്താൽ ഈ കുംഭനഗരിയിൽ നിന്ന് ഇവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഇങ്ങനെ കറങ്ങി 5 മണി വരെ ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഉദ്ദേശം മനസ്സിലാവുന്നില്ല. എവിടേക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്ന് മനസ്സിലാവും. 5 മണിക്കാണ് ഞങ്ങളെ വിളിക്കുന്നത്. കാരണം വണ്ടിയിൽ ഫുഡൊക്കെ റെഡിയാണ്. വണ്ടിയിലെത്തണ്ടേ? ഇതിനാണ് ഇങ്ങനെ കണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ പറഞ്ഞതാ, അവര് ടൂറും പോയതാ. മനസ്സിലായോ? ടൂർ ഓപ്പറേറ്റർ പറഞ്ഞു അവിടെ ചെന്നാൽ എന്താണ് പുണ്യം. ഏത് ആ മണ്ണിൽ തൊട്ടാൽ പുണ്യം, വെള്ളത്തിൽ തൊട്ടാലോ മോക്ഷം. മനസ്സിലായി? ഇത് രണ്ടും ഉള്ളൂ. എന്നാൽ അവിടെ നിൽക്കുന്ന കൊടികളൊന്നും കാണുന്നൊന്നുമില്ല. ആ ടെക്കിലേക്ക് ഒന്നുമില്ല. ഞങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ട് ഇത് വീഡിയോ സെറ്റ് ചെയ്ത് കൊടുത്തത്. അവസാനം ഡിലേ അത്
എന്നിട്ട് മുക്കിച്ചു നിങ്ങളെ സ്നാനം ചെയ്തു ഒക്കെ വയസ്സായവരാ. അപ്പൊ ഇതൊക്കെ ചെയ്ത് ഇവർ പുറത്തിറങ്ങിയപ്പോൾ ഇനി ഞങ്ങൾ നിങ്ങളോട് ചെയ്യാം, ഞങ്ങൾ പോകണമെന്ന് പറയാം. എന്ത് ഉമ്മനഗരിയിൽ വന്നിട്ട് ആ സ്ലോട്ടിലേക്ക് ഒന്നും പോകാണ്ട് ഈ ടെന്റുകളിലൊന്നും പോകാണ്ട് ഇവർ തിരിച്ചു പോകാൻ നോക്കി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളൊപ്പം ഇല്ല, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളൊപ്പം കണ്ടോളാം, ഞങ്ങൾ വഴി വന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി പോകുന്നു. എന്നിട്ട് അതിന്റെ തീർക്കാൻ 5 മണി വരെ അവരെ ഈ നട്ടുച്ച നേരത്ത് ആ നഗരിയിൽ ഈ മടലിൽ കൂടെ 5 മണിക്കാണ് അവർ പുറത്തിറങ്ങിയത്. അപ്പൊ അത്രയ്ക്ക് വൈഡ് ഏരിയയിലാണ് ഒരു സിറ്റി തന്നെയാണ്. 17 കിലോമീറ്റർ സർവൈഡല്ല ഇങ്ങനെ ആ തിരിച്ചിങ്ങനെ തന്നെ നടക്കാം. പിന്നെ ബാറ്ററി വണ്ടി ഉണ്ട് അവിടെ, ഓട്ടോറിക്ഷ ഉണ്ട്, 8-10 പേര് കാരണം ഓട്ടോറിക്ഷ ഉണ്ട്. അതിനകത്ത് കയറിയിരുന്ന കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരും, നമ്മൾ കൊണ്ടാകും. ഈ മെറ്റൽ നമ്മുടെ വണ്ടി കൊടുക്കും, മെറ്റൽ ഷീറ്റ് കൂടെ ഞാൻ മെറ്റൽ ഷീറ്റുകളാണ് വിരിക്കണം. മെറ്റൽ ഷീറ്റ് ജാനുവരി 5 തുടങ്ങും. എത്ര ദിവസം പ്രോഗ്രാം? 2 മാസം. 2 മാസത്തിൽ എപ്പോഴെങ്കിലും പോയി സ്നാനം ചെയ്താൽ ഈ 7 സ്നാനമുണ്ട്, അതാണ് സ്പെഷ്യൽ ഡേയ്സ്. എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളും ഇത്ര തിരക്കിട്ടാണ്. അന്നത്തെ ദിവസം ഒരു 4-5 കോടി ജനം വന്ന് ഈ 12 മണിക്കൂർ കൊണ്ട് ഈ 4-5 കോടി ജനം വന്ന് ഈ ഒരു പോയിന്റിൽ വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നടക്കുന്ന സാധനം ആൾക്കാരെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ എത്ര കോടി ജനങ്ങൾ കഴിഞ്ഞ തവണ ഈ തവണ എക്സ്പെക്ട് ചെയ്യുന്നത് 50 കോടി ജനം. UP ഗവൺമെന്റ് കാരണം ഇത് പൂർണ്ണമാണ്, അതുകൊണ്ട് എല്ലാവരും വരും. കഴിഞ്ഞ തവണ 12 കോടി ഉണ്ടായിരുന്നു, 12-18. 70 മില്യൺ മഹാപൂർണ്ണമാണ്. കുറെ കൂടി ഇതായി, കുറെ പേർക്ക് അറിവായി. പണ്ട് ഇതിനെ കുറിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോകില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കേരളത്തിൽ കണ്ടമാനം പോകും. അപ്പൊ അങ്ങനെ എല്ലായിടത്തും വരട്ടെ, എല്ലാ രാജ്യത്തു നിന്നും വരാം. എന്തുകൊണ്ടാണ് ഈ മേള വരുന്നത്? ആൾക്കാർ അതല്ലേ പറഞ്ഞേ, ഈ അമൃത് വീഴുന്ന സ്ഥലം ആ ദിവസം ആ വെള്ളത്തില് പൗർണമായി കൺസെപ്റ്റ് ഉണ്ടോ? അമൃതം അല്ല, അത് വരാനുള്ള കാരണം അതിലെ മറ്റേ പാലാടി കളഞ്ഞില്ലേ, അപ്പൊ അമൃത് കിട്ടിയില്ലേ, ആ അമൃതം കൊണ്ട് എവിടെ പോയി പോയപ്പോ 4 സ്ഥലത്ത് വീണു, കുടുംബി വീണു. ആ കുടുംബി വീണ് ആക്ച്വലി മഹാവിഷ്ണു ആണ് പോയത്. മഹാവിഷ്ണു സ്ത്രീ രൂപം കൊടുത്തിട്ട് അമ്മമാരെ തട്ടി അടിച്ചു മാറ്റി കൊണ്ടുള്ളതാണ് അസുഖന്മാരുടെ. അപ്പോൾ ഈ 4 സ്ഥലത്ത് കുടുംബി വീണു. ആ കുടുംബി വീണ സ്ഥലമാണ് ഈ 4. ഇവിടെയുള്ള സ്പെഷ്യാലിറ്റി ത്രിവേണി സംഘം എങ്ങ് അവിടെയാണ് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഓപ്പൺ ആയത്. ബദ്രിയിൽ വെച്ചിട്ടാണ്, ബദ്രിനാഥിലാണ് ഗംഗ, അല്ല സരസ്വതിയിലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഹൈ ഫോഴ്സിൽ വരെ നോക്കി നിൽക്കാതെ അത് വാനിഷ് ആവും. ഹൈ പ്രഷറിൽ പാറയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയായിരിക്കും, അത് നമുക്ക് കാണാം. പക്ഷെ അത് ഇങ്ങനെ നോക്കുമ്പോ അവിടെ ഈ സാധനം ഉണ്ടാവും, വളരെ മൈൽഡായിട്ട് ഒട്ടും വാട്ടർ ഉണ്ടാവില്ല, ഭൂമിക്കടിയിലേക്ക് വേണം. അത് ഇവര് സ്ഥിരീകരിച്ചല്ലോ, നാസ ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് അതിന്റെ ട്രാക്ക് ചെയ്ത് ഇത് പൊങ്ങണത് അലഹബാദ് ഈ സമയം സാറ്റലൈറ്റ് കിട്ടി. അതാണ് ഈ സ്പെഷ്യൽ.
അപ്പൊ അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. ഈ എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിച്ചോളൂ. കുംഭമേളയെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ. ഈ കുംഭമേളയ്ക്ക് എല്ലാ സന്യാസികളും ലോകത്ത് എവിടെയുള്ള സന്യാസിമാരും ഈ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അവരെല്ലാവരും വന്നു. ഒരുമാതിരിക്കാരല്ല. എല്ലാം പറ്റും. ഗവൺമെന്റ് ഇതാണ് പ്രൊവൈഡഡ് തിങ്ങാണ്. മറ്റേ ആശ്രമത്തിന്റെ ടെന്റാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ബാഗ് വെറുതെ വെച്ചിട്ട് പോവാം. നമ്മളിപ്പോ വേറെ ആൾക്കാർ വന്ന് അതേമാതിരി വന്ന് കിടക്കും, അതേമാതിരി പോകും. ആ അവിടെ ലോക്കറൊന്നും ഇല്ല. അവിടെ ടെന്റുകളുണ്ട്. ആ ടെന്റിന്റെ ഉള്ളിൽ നമ്മൾ മൂലയ്ക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ബാഗുകളൊക്കെ വയ്ക്കാം. അതിനെല്ലാത്തിനും ലോക്ക് ചെയ്യാം. ബാഗിൽ എല്ലാത്തിനും ഒരു ചെറിയ ലോക്ക് ഇടാവുന്ന ലോക്കിംഗ് സിസ്റ്റം ഇല്ല. എന്നിട്ട് ചെയിനിട്ട് അവിടെ വേണ്ടി കെട്ടി വെച്ചെന്താ ആരും ചെറിയ ചെയിൻ ഇട്ടിട്ട് ഇന്ത്യയിൽ ലോക്ക് ചെയ്താൽ പോലെ കണക്ട് ചെയ്തിടാലോ. പിന്നെ മുമ്പ് എല്ലാവരും ഒന്നിച്ച് മുങ്ങില്ലല്ലോ. രണ്ടുപേര് വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയോടെ വെക്കണമല്ലോ. അപ്പൊ മൂന്നാല് പേര് അവിടെ വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ളവരൊക്കെ പോയി മുങ്ങാം. എന്നിട്ട് അവര് വരുന്നതിനനുസരിച്ച് ഇവര് പോയി ഡ്രസ്സ് മാറുമ്പോഴേക്കും ഇവര് പോയി മുങ്ങിയിട്ട് വരാം. അപ്പൊ അങ്ങനെയാണ്. അവിടെ ഒരു എല്ലാവരും ഈ ആറ്റിറ്റ്യൂഡ് എന്നതല്ലേ. അവിടെ അവര് കൺട്രോൾ ചെയ്യും. നമ്മുടെ കൺട്രോളല്ല, മിലിറ്ററിയുടെ കൺട്രോളല്ല സംഭവം. അങ്ങനെ അവർക്കൊന്നും തൊടാത്തത്. ഇതെല്ലാം ഒക്കെ നിയന്ത്രിക്കുന്ന അധികാരികളാണ്. അതിന്റെ മെയിൻ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ മുമ്പിൽ ചെന്ന് നമ്മൾ 100 ചോദ്യമായിട്ട് എന്നാലും അവിടെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ലേഡീസ് ഒക്കെ ഡ്രസ് ഇട്ടിട്ടാണ്. അവരിലും ലേഡീസ് ഉണ്ട്, അപൂർവകളിലും ലേഡീസ് ഉണ്ട്. പക്ഷെ അവര് ബ്രഹ്മചര്യമുണ്ട്. അവിടെ ഫാമിലി ലൈഫ് ഇല്ല. അങ്ങനെ അപൂർവകൾ കുട്ടികളുണ്ടാവില്ല. അങ്ങനെയാണ്. ലേഡീസ് ഉണ്ടാവും അവരുടെ ഒപ്പം. പക്ഷെ ബ്രഹ്മചര്യം हाँ ये भी ये क्योंकि वो 2 लाख 3 लाख का अंदर कोई आगे जाके नहीं देखता। इधर आया तो सुबह से वो इतना गाड़ी उधर से ये पैसा जाएगा किसी में आते जाके कैमरा पर रहने को भी मालूम नहीं होगा। हाँ चाइनीज टाइप लगता है। कोई गाड़ी वाड़ी लगता है। मतलब कहाँ से आप रहते हो? ये बोल रहे 4 लाख है। 4 लाख नाका से। हाँ वो पैसे तो गायब हो जाना है, ये पता है। सब कुछ पक्का नहीं है। थोड़ा लोग ഈ ബാപ്പനാകെ അഗോരികളും അതെ. ഈ നമ്മുടെ ശങ്കരാചാര്യരാണ് ചെന്നൈയിലെ ഉത്തമംഗലോ മുസ്ലിം ഇൻവേഡേഴ്സ് വന്ന് പല പ്രാവശ്യം ഞങ്ങളെ കുറെ മുടക്കുന്നു. ഇവര് പുത്തൻ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് പോകുന്നത്. അതേസമയത്ത് വെപ്പൺസ് ഉപയോഗിച്ചുള്ള കളികളാണ്. അപ്പൊ ശങ്കരൻ ജനിച്ചോണ് ദശനാമി സമ്പ്രദായം ഉണ്ടാക്കി. ദശനാമി സമ്പ്രദായത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തു. അപ്പൊ അതിനകത്ത് ഈ അഖാഡയ്ക്ക് ഒരു മിലിറ്ററി സെക്ഷൻ ഉണ്ടാവും. അപ്പൊ മിലിറ്ററി സെക്രട്ടറിയിൽ എപ്പോഴും വലിയ ഉണ്ടാവും. ഒന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കെടുത്ത് നോക്കാൻ പറ്റില്ല. മേടിച്ചൊരു 10 അടി പൊക്കമുണ്ടാവും. തൃശ്ശൂരൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് വരും. അവരെ എപ്പോഴും വെപ്പൺസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീമാക്കി ഇവരെ പ്രൊട്ടക്ഷന്. അപ്പൊ അങ്ങനെ നമ്മള് കുറെ ടീമുണ്ട്.
വെറും സ്വാർത്ഥികമായിട്ടിരിക്കുന്ന ടീമുകളുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ സെക്ടറാണ്. അവർക്ക് അവിടെ सब कुछ है उधर, എല്ലാ സാധനവും छोड़ के एंजॉय करो, ये उसका मजा है. അതാ ഈ മൊബൈലിൽ കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ വേണം. കാരണം ഇതിനൊക്കെ എന്തെങ്കിലും ദക്ഷിണ അവർ അടിയൊന്നും ചോദിക്കില്ല. ഒരു 10 രൂപ കൊടുത്താൽ മതി. അവര് കാശിന് വേണ്ടി ഇരിക്കുന്നതല്ല. കാശ് കൊടുക്കുന്നവർ കൊടുക്കും. ചാക്ക് കളിക്കണം. ഈ കാശ് മുഴുവൻ ഈ ഫ്രീ അന്നദാനം കൊടുക്കുന്ന മുഴുവൻ ഈ കിട്ടുന്നത് അവർ 5 പൈസ കൊടുക്കും. മുഴുവൻ എവിടെ എത്തിച്ചു പോകും. വളരെ കുറച്ച് പേർക്ക് മാത്രം ആശ്രമങ്ങളുള്ളൂ. ആശ്രമവാസികൾ അങ്ങനെയല്ല, നന്നായിട്ട് പഠിക്കും, ചോദിച്ച് പഠിക്കും. സൗകര്യങ്ങളാണ്. കാരണം നമുക്ക് ആശ്രമം ഒരു ആശ്രമത്തിൽ വന്നാൽ എന്തൊക്കെ കഷ്ടപ്പാടാന്ന് അറിയാം. നമ്മൾ ഇവരെ ഇതിന് കാശ് പഠിക്കും. ഇവിടെ കേരളത്തിൽ 140 ആശ്രമങ്ങളുണ്ട്. അതിനകത്ത് വെറും 12 ആശ്രമമല്ലായി ബാക്കിയൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഈ ആശ്രമങ്ങളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും നമ്മൾ ചെന്നാൽ ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകണം. അത് ആശ്രമം രൂപ ആര് ചെന്നാലും അന്നം കൊടുക്കാണ്ട് തിരിച്ചു വിടാൻ പാടില്ല. ഈ ഒരു സന്യാസികൾ ചെന്നു കിടക്കാനുള്ള സൗകര്യം കൊടുത്തോളൂ. മിനിമം 3 ദിവസം അവർക്ക് അവിടെ വ്യവഹരിക്കാനുള്ള സൗകര്യം ആശ്രമം കൊടുത്തോളാം. ഭക്ഷണം 3 നേരം ഭക്ഷണം കൊടുത്തോളാം. തിരിച്ചു പോകുമ്പോൾ അവൻ എവിടേക്ക് പോകണം അവിടേക്കുള്ള ഡിഎയും കൊടുക്കണം. കണക്കൂട്ടിയിട്ട് മനസ്സിലായോ? അത്രയും സാധനം ഈ ആശ്രമം കൊടുത്തോളൂ. അത് ആശ്രമത്തിന്റെ റൂളാണത്. അപ്പൊ ഇതിനൊക്കെ പൈസ കൊടുക്കും. ആര് കൊടുക്കണ്ട? നോർത്ത് ഇന്ത്യയിലൊന്നും കുഴപ്പമില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാര് ക്യാഷ് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. ഇവിടെ കേരളത്തിൽ ഒരു മനുഷ്യൻ ആരും കൊടുക്കില്ല. കൊടുക്കണ്ടോ? ആരും കൊടുക്കില്ല. നമ്മളാരും കൊടുക്കില്ല. ആക്ച്വലി അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് കൊടുക്കണം. കാരണം അവർക്ക് നിലനിൽപ്പില്ലല്ലോ. അവരെന്തിനു വേണം ജീവിക്കണം? നമുക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടല്ല. ആശ്രമം എന്തിനാണ് ഈ ആശ്രമം പണിയുന്നത്? ആശ്രമം പണിതിൽ ഇനി എങ്ങനെ ജീവിക്കും? എത്ര ഞാനിപ്പോ ഈ ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടല്ലോ, നമ്മുടെ വിദ്യാനന്ദാശ്രമത്തിൽ കാഞ്ഞങ്ങാട് അവിടെ ചെല്ലുമ്പോൾ കാണണം എന്നും ഉണ്ടാവും 5-8 പേര്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ നടത്തിയാണ്. കാരണം 3 ദിവസത്തേക്കുള്ളത് ആശ്രമത്തിൽ നിർത്തൂല. ഒരു 60 വയസ്സ് വരെ 50-55 വയസ്സ് വരെ എല്ലാവരും ഭയങ്കര സ്റ്റാമിന നടക്കും. ഞാൻ നമ്മുടെ ഇപ്പത്തൂല മോശപ്പെട്ടൂല. അവസാനം 55 വയസ്സ് മനസ്സിലാവും ഞാൻ ഒന്നും ആയില്ല. അപ്പോഴാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കും. പൈസ ആരും നോക്കാൻ മനസ്സിലായോ? ഇപ്പൊ ഇതുങ്ങൾ തെറ്റ് തിരിഞ്ഞാണ്, ശരിക്കും തെറ്റ് തിരിഞ്ഞാണ്. 3 ദിവസം അവിടെ സ്റ്റേ ചെയ്യും, കിട്ടുന്ന ഭക്ഷണം പിടിക്കും. 3 ദിവസം കഴിഞ്ഞ് അവിടെ കുളം അതിനോട് താമസിക്കില്ല. അവർക്കും വേണ്ടതല്ലേ? അപ്പൊ അടുത്ത ആശ്രമത്തിൽ ഇങ്ങനെ തെറ്റി തിരിഞ്ഞാണ്. 5 വയസ്സിലാണ് പൈസ വെച്ചില്ല. കാര്യം ചെയ്യാൻ പക്ഷെ കാര്യം നേടിയാൽ ആരും കൊടുക്കില്ല. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. പ്രബുദ്ധ കേരളമാണ്. അത് നിങ്ങൾ അവിടെ ചെന്ന് മനസ്സിലാവും. നോർത്ത് ഇന്ത്യയിലും ഓരോ ആശ്രമങ്ങളുടെയും ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗുരുവാണ്. എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ഗുരുവിന്റെ അടുത്ത് ചോദിച്ചിട്ടേ അവിടെ ഡിസിഷൻ എടുക്കും. പണ്ട് അങ്ങനെയാണ് ഗുരുപരമ്പര രാജാവ് വരെ ഡിസിഷൻ എടുക്കണമെങ്കിൽ ഗുരുവിന്റെ ഡിസിഷനാണ് ഫൈനൽ ഡിസിഷൻ. രാജാവ് എന്നാണ് ഒരു ഇംപ്ലിമെന്റേഷൻ മാത്രം അല്ലേ നടത്തിക്കുക.